ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നാമനിർദ്ദേശ പത്രിക നൽകി വലിയൊരു റോഡ് ഷോയും നടത്തി മടങ്ങിപ്പോയിരിക്കുകയാണ്. CPM-ഉം ഇടതു പാർട്ടികളും ഉന്നയിച്ചിരുന്ന ആക്ഷേപം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിന് വേണ്ടി എന്തിന് രാഹുൽ ഗാന്ധി വരണം, BJP ആണല്ലോ മുഖ്യശത്രു അല്ലെങ്കിൽ പൊതുശത്രു എന്ന്. ഇന്ന് രാഹുൽ പത്രിക സമർപ്പിച്ച ശേഷം നൽകിയ മറുപടി, ഇതിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് തൃപ്തരാകുന്നില്ല, CPM-നെതിരെ ഒരക്ഷരം മിണ്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. BJP ആണ് ശത്രു എന്ന കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അല്ല, രാഹുൽ വന്ന് CPM-നെതിരെ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ടല്ല രാഹുൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിന് ഞങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. മുഖ്യശത്രുവിനെതിരായി മത്സരിക്കുന്നതിന് പകരം ആ മുഖ്യശത്രു BJP ആണിപ്പോൾ. അവരാണ് അധികാരത്തിരിക്കുന്ന മുഖ്യശത്രുവിനെ താഴെ ഇറക്കാൻ ഏറ്റവും കൂടുതൽ വാശിയോടുകൂടി നിലപാടെടുക്കുന്ന ഇടതുപക്ഷ മുന്നണിക്കെതിരായി മത്സരിക്കാൻ വരുമ്പോൾ മുഖ്യശത്രുവിനെ വിട്ടുകളഞ്ഞു. അദ്ദേഹം അവർക്ക് കോൺഗ്രസും അതേപോലെ ഇടതുപക്ഷ ശക്തികളും മതേതര ശക്തികളും റീജിയണൽ പാർട്ടികളും എല്ലാം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാശയമുണ്ട്. BJP-യുടെ അമിതാധികാര വാഴ്ച തകർക്കണം, അതിന് വിട്ടുവീഴ്ച ചെയ്യാവുന്നിടത്തോളം വിട്ടുവീഴ്ച ചെയ്ത് സഹകരിക്കണം. ആ അറ്റ്മോസ്ഫിയർ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ നായകനായിട്ടാണ് രാഹുൽ ഗാന്ധി അറിയപ്പെട്ടതും അതിൻ്റെ നായകനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതും. കോൺഗ്രസ് അതിൻ്റെ നായകത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വന്നതും. ആ കാര്യം ഇന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. നരേന്ദ്രമോദിയുടെ വിഭജന തന്ത്രത്തിനെതിരെയാണ് ഈ മത്സരം. തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും പശ്ചിമേന്ത്യയിൽ നിന്നും കിഴക്കേ ഇന്ത്യ എന്നുമുള്ള വേർതിരിവ് അതുണ്ടാവുകയില്ല. ഇന്ത്യ ഒരൊറ്റ രാജ്യമാണ്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. ദക്ഷിണേന്ത്യയോട് പ്രത്യേകിച്ച് അവഗണന കാണിക്കുന്നു BJP-യും നരേന്ദ്രമോദിയും. അത് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ഈ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇതിനൊപ്പം നിൽക്കുവാൻ സാധിക്കുന്നില്ല? മനുഷ്യ നമ്മൾ ഇന്ത്യക്കാരാണ്. ദക്ഷിണേന്ത്യ, വടക്കേ ഇന്ത്യ, പശ്ചിമ ഇന്ത്യ, കിഴക്കൻ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒരു കളങ്കമേൽപ്പിക്കലാണ്. അതിപ്പോൾ എങ്ങനെയാണ് ഈ കോൺഗ്രസ് പറഞ്ഞു തുടങ്ങിയതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇനി ദക്ഷിണേന്ത്യയുടെ താല്പര്യവും സംരക്ഷണവുമാണ് ലക്ഷ്യമെങ്കിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ എന്താ ദക്ഷിണേന്ത്യയെ മറന്നുപോയത്? ഈ സംസ്ഥാനത്ത് നിന്ന് തന്നെ 8 കേന്ദ്രമന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു. ആ കേന്ദ്രമന്ത്രി ഭരിച്ചപ്പോൾ ഈ ദക്ഷിണേന്ത്യയും മറന്നുപോയി, കേരളത്തെയും മറന്നു. കേരളത്തിലുള്ള 8 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ, കേരളത്തെ മറന്നുപോയല്ലോ. ഇപ്പം എങ്ങനെയാണ് ഈ ദക്ഷിണേന്ത്യൻ ബോധം വരുന്നത്? അതൊരു വിഭജനവാദമല്ലേ? ഇന്ത്യയെ വിഘടിക്കുക എന്നുള്ളതല്ലേ ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ, കിഴക്കേ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് തന്നെ ഇന്ത്യൻ ദേശീയത, ഇന്ത്യക്കാരൻ, ഞാൻ ഭാരതീയൻ എന്ന് പറയുന്നതിന് വിരുദ്ധമല്ലേ? ഞാൻ ഭാരതീയനല്ല, ഞാൻ തെക്കേ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതാണ് അഭിമാനം. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ രാഹുൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായാലും LDF-ഉം UDF-ഉം തമ്മിലാണ് കേരളത്തിൽ മത്സരം എന്ന കാര്യം അറിയാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്? ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്താണെന്ന കാര്യം CPM-ന് വ്യക്തമായിട്ട്, CPM-നും LDF-നും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് വളരെ കൃത്യമല്ലേ? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഈ പ്രസംഗവും നടത്തി കഴിഞ്ഞപ്പോൾ ബോധ്യമായില്ലേ? ആ രാഹുൽ ഗാന്ധിയെ കൊണ്ടൊരു വെട്ടിലിടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാന ഉത്തരവാദി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. ഉമ്മൻചാണ്ടിയാണ്, AK ആൻ്റണിയാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ എത്ര പങ്കുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഇവർക്ക് ഈ കേരളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി വേണമെന്നാണ്. രാഹുൽ ഗാന്ധി വന്നാൽ ഞങ്ങൾ ആ പ്രഭാപൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 20 സീറ്റ് ഞങ്ങൾ പിടിച്ചു തരുമെന്ന് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ തടസ്സവാദങ്ങളൊക്കെ പറഞ്ഞു കാണും. ഞാൻ മത്സരിക്കേണ്ടതോ അല്ലെങ്കിൽ എൻ്റെ പ്രഭാപൂരം കാണിക്കേണ്ടതോ BJP-ക്ക് സ്വാധീനമുള്ള, അവർ കൈയടക്കി വെച്ചിരിക്കുന്ന, കോൺഗ്രസ്സിന് നേരത്തെ സ്വാധീനമുണ്ടായിരുന്ന ആ സംസ്ഥാനങ്ങൾ തിരിച്ചുപിടിക്കലാണ്. മറ്റിടത്ത് വന്ന് ഞാൻ മത്സരിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ രാഷ്ട്രീയം മറ്റൊന്നുണ്ടല്ലോ, അതൊരു ശക്തമായ രാഷ്ട്രീയമാണ്. അത് UDF-ന് ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കൂടിയാണല്ലോ. അതിന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ RSS-നും BJP-ക്കും എതിരെ ധീരമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതു പാർട്ടികളാണ് എന്ന കാര്യം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അറിയാം. ഇങ്ങനെ അവർക്കിത് ബോധ്യമുണ്ട് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാൽ ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരെ ശബ്ദിച്ചാൽ ആ ന്യൂനപക്ഷ സമുദായക്കാർ തങ്ങൾക്കെതിരാകും എന്ന ഭയപ്പാടിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഇന്ന് വയനാട്ടിൽ എടുത്തിരിക്കുന്ന ഈ നിലപാടെന്ന്. ഇതല്ലേ അതിനകത്ത് യഥാർത്ഥ രാഷ്ട്രീയം? ഇതിൽ ഭയപ്പാട് ഉണ്ടല്ലോ CPM-നും LDF-നും. CPM-ന് എന്താ ഭയക്കാണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൽ? രാഹുൽ ഗാന്ധി ഒന്ന് വയനാട് മത്സരിച്ചാൽ ആ വയനാട് സീറ്റിൽ 1 സീറ്റല്ലേ കിട്ടൂ, അല്ലാതെ 10-20 സീറ്റും ജയിക്കില്ലല്ലോ.
ഞങ്ങൾ ഉന്നയിച്ച ഒരു ആശയമുണ്ടല്ലോ, അതിന് ഇതുവരെ മറുപടി പറയുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി 80 പാർലമെൻറ്റ് സീറ്റുള്ള ഉത്തർപ്രദേശ്, അവിടെയാണല്ലോ കോൺഗ്രസിൻ്റെ ജന്മദേശം. ആ കോൺഗ്രസ് ജന്മിച്ച ആ സ്ഥലത്ത് രാഹുൽ ഗാന്ധിക്കും ശ്രീമതി സോണിയാഗാന്ധിക്കും 2 സീറ്റ് ഒഴിച്ച് ബാക്കി ഏതെങ്കിലും സീറ്റിൽ കോൺഗ്രസിന് വല്ല ലക്ഷ്യമുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡി ഭരണത്തിൻ്റെ ദുർഭരണത്തെക്കുറിച്ച് വിശദീകരിച്ച് അവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിൽക്കണ്ടേ? ഇവിടെ അദ്ദേഹത്തിനും ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും ധരിക്കണ്ടേ? ഇവിടെ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ജയിച്ചാലും രാഹുൽ ഗാന്ധിയുടെ അവരുടെ ഗവൺമെൻറ് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഈ BJPയും RSS സംഘപരിവാർ ശക്തികളെയും ശക്തിയായി എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനാണല്ലോ രാഹുലും പറയുന്നത്. ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എതിർക്കുന്ന ഒരു പാർട്ടി ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല മഞ്ജുഷേ, നേരത്തെ ആ വ്യക്തതയാണ് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം. ആ ഒരു തന്ത്രമാണ് രാഹുൽ ഗാന്ധി പയറ്റിയത്. അത് തിരിച്ചറിഞ്ഞ് ഇനി മുന്നോട്ട് പോകുവാൻ LDF തെരഞ്ഞെടുപ്പിൽ സാധ്യമാവുകയുള്ളൂ. ഇല്ല, ആ വ്യക്തതയാണ് വരുത്താത്തത്. എന്തെന്നറിയുമോ, ഈ BJPയും സംഘപരിവാർ ശക്തികളെയും എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ എതിർക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആരുടെ സഹായിയായിട്ടാണ് വരിക? ഞങ്ങൾ എതിർക്കുന്ന BJPയും സംഘപരിവാർ ശക്തികളാണ്. രാഹുൽ ആരെ എതിർക്കുന്നത്? ഇടതുപക്ഷത്തെ എതിർക്കുക. അതാ പ്രശ്നം. ആ രാഷ്ട്രീയത്തിനാണ് മറുപടി പറയേണ്ടത്. അതിനാണ് ഇന്ന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്. ഞാൻ ഇടതുപക്ഷത്തെ എതിർക്കുവാനല്ല. അതാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായിട്ടുള്ളത്. CPM-നെതിരെ ഒരക്ഷരം ഞാൻ മിണ്ടില്ല എന്ന്.